ഹായ് ഗൈസ്, ഇന്ന് ഓഗസ്റ്റ് 2, 2024. ഇന്നത്തെ ജോബ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള മൃഗസംരക്ഷണ വകുപ്പ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം. പശുക്കൾക്കും എരുമകൾക്കുമുള്ള കുളമ്പുരോഗ ചർമ്മരോഗ പ്രതിരോധ കുത്തിവയ്പ്. വാക്സിനേറ്റർമാരെയും സഹായികളെയും താൽക്കാലിക അടിസ്ഥാനത്തിൽ ആവശ്യമുണ്ട്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കേരള മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാന വ്യാപകമായി ഒരുക്കൾക്ക് 2024 ഓഗസ്റ്റ് 1 മുതൽ 30 പ്രവൃത്തി ദിവസങ്ങളിലായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് 5ാം ഘട്ടവും ചർമ്മമുഴരോഗ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടവും നടത്തുന്നു. പ്രസ്തുത വാക്സിനേഷനുകൾക്ക് വാക്സിനേറ്റർമാർ, സഹായികൾ എന്നിവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. ഫസ്റ്റ് വരുന്ന വാക്സിനേറ്ററാണ്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള പ്രദേശത്തെ പരിചയസമ്പന്നരും സർവീസിൽ നിന്ന് വിരമിച്ചവരുമായ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർമാർ, സർക്കാർ സർവീസ് ഇല്ലാത്തതും കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവരുമായ വെറ്റിനറി ഡോക്ടർമാർ എന്നിവരുടെ പക്കൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. 30 ദിവസത്തെ ക്യാമ്പയിനിൽ പങ്കെടുത്ത് ടാർജറ്റ് തികച്ച് വാക്സിനേഷൻ നടത്തുന്നതിന് പരമാവധി 15,000 രൂപ മാത്രം ഹോണറേറിയമായി നൽകുന്നതും കൂടാതെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ വാക്സിനേഷൻ ചാർജും നൽകുന്നതാണ്. അടുത്തത് സഹായികൾ. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള പ്രദേശത്തെ പൂർണ്ണ കായിക ആരോഗ്യമുള്ള മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വിരമിച്ച അറ്റൻഡർമാർ, പാർട്ട് ടൈം സ്വീപ്പർമാർ, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള VHSC പാസ്സായവർ, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പൂർത്തിയാക്കിയവർ, സാമൂഹിക സന്നദ്ധ സേന വോളണ്ടിയർമാർ, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ഥലപരിചയമുള്ളതും കായികക്ഷമതയുള്ളതും ജനസമ്മതിയുള്ളതുമായ യുവതി യുവാക്കൾ എന്നിവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പശുക്കളെ കൈകാര്യം ചെയ്ത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. 30 ദിവസത്തെ ക്യാമ്പയിൻ കാലയളവിലേക്ക് പരമാവധി 10,000 രൂപ ഹോണറേറിയം നൽകുന്നതാണ്. അപേക്ഷകൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റ സഹിതം തങ്ങൾ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള മൃഗാശുപത്രിയിൽ മാത്രം സ്ഥാപന മേധാവി, അതായത് ചീഫ് വെറ്റിനറി ഓഫീസർ, സീനിയർ വെറ്റിനറി സർജൻ തുടങ്ങിയവർ മുൻപാകെ ആശുപത്രി പ്രവർത്തന സമയത്ത് 2024 ഓഗസ്റ്റ് 1 രാവിലെ 10 മണിക്ക് മുൻപായി അപേക്ഷ നേരിട്ട് തന്നെ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയിൽ മേൽവിലാസവും മൊബൈൽ നമ്പറും വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതും ആധാർ കാർഡിന്റെ കോപ്പി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. അപേക്ഷ പരിഗണിക്കുന്നത് ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്ന ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ ഒഴിവുകളുമായി പിന്നീട് വരുന്നവർക്ക് അതുവരേക്കും ബൈ.